ബൈസൺ ഇവിടെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. ചേച്ചി പറയേ ഇതിൽ കൂടെ എപ്പോഴും പോകുന്നു, തൊട്ടടുത്ത് തന്നെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നു. എന്ത് കവലിപ്പല്ലേ എന്നാലും ഒളിയുണ്ടല്ലേ. ഭീകരനാണ് ഇവൻ, കൊടും ഭീകരൻ. നോക്കിയാ വേറെ നോക്കിയേ. ഒരു വീടാ, ഇതൊന്ന് തൊഴിലാളികളൊക്കെ താമസിക്കണതാന്ന് തോന്നണ്ടേ. അതൊരു വീട്. പുല്ല് പിന്നെ ഇറങ്ങിയേക്കാട്ടാ. ഞാനവിടെ അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവും. അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിരിക്കണ എൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നുകൊണ്ട് ഇപ്പൊ കാലത്ത് 6:45 സമയമാണ് കേട്ടാ. അപ്പൊ കാലത്ത് ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അങ്ങനെ തന്നെ തൊട്ടടുത്ത് കാണാൻ പറ്റിയില്ല. അതന്നെ. ഇത് കാട്ടുപോത്ത് തന്നെയാണോ ശരിക്കും? കാട്ടുപോത്ത് തന്നെയാണ്. ബൈസൺ എന്നാണ് ഇതിനെ പറയാ. അയ്യോ എന്നെ ആട്ടണോ ചേച്ചി? അയ്യോ അയ്യോ, അവർക്ക് പേടിയൊന്നുമില്ലേ? ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ചേച്ചി പ്രദീപ് നോക്കിയ വീട്ടിൽ നോക്കാതെ മൈൻഡ് ചെയ്യണമെന്നില്ല. കുട്ടി അടുത്ത് ഓടെ വരണ്ടേ ഇല്ല, അതിന് പേടിപ്പിക്കാനാന്നുണ്ട്. നമ്മുടെ ചാർലിയിലെ പോലത്തെ ഒരു പട്ടിക്കുട്ടി അതിന് പേടിപ്പിക്കാൻ വേണ്ടി കേട്ടാ. ചാർലിനെ പോലെ ഒന്നല്ല, ചാർലിനേക്കാളും വലിപ്പുണ്ട്. ആ വീട്ടുകാരുടെ ഒന്ന് കുടിപ്പിക്കാമെന്നതാണ്. ഇതങ്ങോട്ട് പോയത് ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ നടക്കില്ല എല്ലാ പറമ്പുകളിൽ കൂടി. ഇവർ കൂട്ടമായിട്ടാണ് ചില സമയത്ത് വരാന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഗേറ്റ് അടച്ചിട്ടിരിക്കണം കണ്ട. അത് ചിലപ്പോൾ ഇപ്പോൾ ഗേറ്റ് തുറന്ന് ഇങ്ങടെ വരും. ഗേറ്റ് തുറന്നെടുക്കുകയാണെങ്കിലേ ഉള്ളിലേക്ക് കയറി വരും. അങ്ങനെ പ്രശ്നമുണ്ട്. അതിൻ്റെ അടുത്ത് എല്ലാ വില്ലകൾക്കും മതിലും ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ബൈസനെ കണ്ടു, കാലത്ത് കുളിച്ച് ഭക്ഷണം കഴിച്ചു. ഇനി നമ്മുടെ ഇതിവിടെ ഒരു പാർക്ക് ഉണ്ട്. അന്ന് നമ്മൾ പോയില്ലേ ചെട്ടിയാർ പാർക്ക്. എപ്പിസോഡൊക്കെ ഇട്ടുണ്ടാവില്ല. അപ്പോൾ ചെട്ടിയാർ പാർക്ക് ഉണ്ട് ഇവിടെ. ആ പാർക്ക് അന്ന് നമ്മൾ ചെന്നപ്പോൾ അടച്ചു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോവാ. അത് കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തോണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ പോകണം. ഇന്ന് ഉണ്ണി പോക്കറ്റ് വെച്ചോ. രാവിലെ 7 മണിക്ക് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതായിരുന്നു ചേട്ടൻ. പിന്നെ പാർക്ക് ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്നും വരുന്നു. അപ്പൊ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മിഞ്ഞാന്ന് പോയില്ലേ, ആ വഴി വഴിയൊന്നും കാണിക്കണമൊന്നുമില്ല. പാർക്കിലെത്തിയിട്ട് കാണാം. അപ്പൊ സരിത പറഞ്ഞു ഇവിടുന്ന് അവിടം വരെ നമ്മള് കാറിൽ പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടൈക്കനാൽ വന്നല്ലേ, നടക്കണം നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് വന്ന തന്നെയല്ലേ കാണിക്കണത്, പോയി വഴിയല്ലേ കാണിക്കണത്. ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് അവിടം വരെ മിണ്ടാണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വാചകം കൂടി പറഞ്ഞു, വെറുതെ വർത്താനം പറഞ്ഞ് നടക്കാന്ന്. അപ്പം കേൾക്കാൻ
ഒരാൾക്ക് 40 രൂപ, 4 പേർക്ക് 160 രൂപ. അതിനുള്ള പാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത് പ്രിയ. അപ്പം ഇറങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത സരിതേ. കണ്ട അതിങ്ങനത്തെ വെട്ടി ഒതുക്കിയിട്ടുള്ള സാധനം കണ്ട കണ്ട ഓരോന്ന് നോക്കി മുട്ടാൻ പ്രായമായിട്ടുള്ളതാ. ിൻ്റെ മധ്യത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി ഒതുക്കിയിട്ടുള്ള ഈ ചെടിയുടെ പേര് നമുക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ ഭംഗി. പേരറിയാത്ത ഒരു മലരെ ഇങ്ങനൊരു ഇറക്കം. നല്ല കൂളിങ്. ഇപ്പം തൃപ്തിയായില്ല എനിക്ക് ഇത് കണ്ടപ്പോൾ. ആ ആളുകൾ പുല്ലിലൊക്കെ വന്നിരിക്കുന്നില്ല. പണ്ട് പാർക്കിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് പാർക്കിലേക്ക് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് തൃശ്ശൂർ പാർക്കിലേക്ക്, മുനിസിപ്പൽ പാർക്ക് കാണാൻ. അതൊരു അനുഭവമായിരുന്നു. ചോറൊക്കെ കൊണ്ടിട്ട് ടീച്ചർമാർ ചോറൊക്കെ എടുത്തിട്ടേ പിള്ളേർക്ക് ഞങ്ങൾക്കൊക്കെ മിഠായിയൊക്കെ വാങ്ങിച്ചു തന്നു. നാരങ്ങ സത്ത് ഒക്കെ ഓർമ്മയുണ്ട്. നാരങ്ങ സത്ത് ഈ മറ്റേ ഈ ഒരു ഇതിലുണ്ടാവും. എന്നിട്ട് ഇത് നോക്കിയാൽ അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ അടുത്ത് എന്ത് രസാ കണ്ട. ഭയങ്കര കൂളാണിത്. അല്ല എത്ര പഴക്കുണ്ടാവും പറയും ഈ സാധനത്തിന്. അയ്യോ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടേ ഈ പാർക്കിൽ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കും. അവിടെ ഹൈഡ്രാഞ്ചിയ സരിതേ ഹൈഡ്രാഞ്ചിയല്ലേ നിറച്ച് അല്ലേ തലച്ചോറ് ഹൈഡ്രാഞ്ചിയ പൂ. പഠിക്കേണ്ട പറ്റില്ല, അല്ലെങ്കിൽ ആളുകൾ തന്നെ കളി വെക്കും. കാരണം എപ്പോഴും തലച്ചോറ് എന്ന് പറയുമ്പോൾ രസമില്ലല്ലോ. അത് കാണോട്ടെ ഈ പൂക്കള് കണ്ട ഹൈഡ്രാഞ്ചിയ. നല്ല ഹൈഡ്രാഞ്ചിയ മഞ്ഞയുടെ ഇടയ്ക്ക് വരെ ചുവപ്പ് പോകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ഈ വഴി അങ്ങോട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം. ഇവിടെ വെക്കുന്ന കയറാം. തലവേദന എടുക്കണ്ട. അപ്പൊ അവൻ അവിടെ ഇരുന്നോ, ഉണ്ണി അവിടെ ഇരുന്നോ. നോക്കിയേ ഇതാണ്ട അവര് കേക്ക് കട്ടിങ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെത്തിന്ന് പോകും. സരിതാ പിറന്നാൾ ആഘോഷിക്കുന്നു ചേട്ടാ. ഇവിടെ ഒരു അമ്പൽക്കുളം കണ്ട. ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്നു. സരിത കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നവര് കണ്ട ഈ പാർക്കിലാണ്. കണ്ട അങ്ങനെ ആഘോഷിക്കാന്ന് ഇവിടെ വന്നിട്ട്. ഒറ്റമൈന ഒറ്റമൈനതേ പോണു പറന്നു പോണു. ഇനിയൊരു കാക്കനെ നമുക്ക് കാണാം. കണ്ട ഇവിടെയൊക്കെ നല്ല ബെസ്റ്റ് സ്ഥലമാട്ടോ. ഇവിടെ കിടന്ന് ഊറില്ലാന്ന് തോന്നുന്നു നമുക്ക്. ഇവിടെയാണ് ഉരുണ്ട് ചേട്ടൻ അവിടെ വരയ്ക്ക് എത്തൂട്ടാ. ഇത് അത്യാവശ്യം വലിയ സ്ലോ. 21 ഡിഗ്രിയാണ് ചൂട്. ഉരുളില്ലേ എന്തൊരു സുഖം ഇവിടെ. ഇത്ര നല്ല 40 രൂപ മുതലായി. ഇത്ര നല്ല പാർക്കാണോ. ഇവിടെയുള്ള ഹോട്ടലുകാർക്കുള്ള ഒരു മികച്ച ഒരു കാര്യം ഇവിടെ ഇരിക്കുന്നേ. ഇവിടെയുള്ള ഹോട്ടലുകാർക്കുള്ള ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ AC വർദ്ധിപ്പിക്കില്ല. അതിന്റെ കറണ്ട് ലാഭം അവർക്ക് മെച്ചാണ്. അതൊരു ലാഭം. പക്ഷേ അവർക്ക് വേറെ കുറെ നഷ്ടങ്ങളുണ്ട്. എല്ലാ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ഇവിടെ ആകപ്പാടെ കൃഷി ചെയ്യണത് വെളുത്തുള്ളി, ക്യാരറ്റ്, അങ്ങനത്തെ ശീതകാല പച്ചക്കറികൾ. അതിന് പോലും ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. പ്രേശി പറയാ. അത് കൃഷി ചെയ്യണ സ്ഥലത്ത് കൃഷിക്കാരുടെ അടുത്തുനിന്ന് നേരിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി റേറ്റ് കുറവിൽ കിട്ടും. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിലയാണ് അതിനും. ബാക്കി സാധനങ്ങളൊക്കെ ഈ കയറ്റം കയറി ഇങ്ങോട്ട് വരണ്ടേ. അതെ ഹോട്ടലിലെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ബിൽഡിംഗ് കോസ്റ്റ് ഒക്കെ കൂടുതലാണ്. പ്രിയേച്ചിയുടെ ഹസ്ബൻഡില്ലേ രമേശ് ചേട്ടൻ അഡ്വക്കേറ്റാന്ന് പറഞ്ഞില്ലേ, ആള് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ സ്ഥലങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുക, അതിനുള്ള ലീഗൽ അഡ്വൈസ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന കാരണം അവർക്കറിയാം കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യണതിനേക്കാൾ 25% ഇവിടെ കൂടുന്നു. അപ്പം അതേ സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ പണിയണമെങ്കിൽ ഇവിടെ കിടക്കാട്ടാ നമുക്ക് കിടന്നോ തുപ്പിയിട്ടുണ്ടാവുമെന്നാണ് പേടി. ഇവര് മൊത്തം ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കൊണ്ടുവരില്ല. ഇതേ കേക്ക് കൊണ്ടുവരും. താങ്ക് യു. ഞങ്ങൾക്ക് ഇവിടെ പിറന്നാളിൻ്റെ ഒരു കേക്ക് കൊണ്ടുവന്നു തന്നു. നമ്മൾ വന്നത് നല്ല ദിവസമാണ്, എല്ലാം കൊണ്ട് ശുഭസൂചന. അപ്പോൾ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരു മൈക്ക് വെച്ചേ നേരുന്നു. അതല്ല, നേരത്തെ എന്തോ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പറഞ്ഞു. ആണോ ഇതിന് കേക്ക്? താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങണില്ല. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ സരിതിക്ക് ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഇതിലെങ്ങനെ കയറ്റി ഇറങ്ങിട്ട് പോയാ മതി. ഹൈഡ്രാഞ്ചിയില് അതിനെ കുറച്ച് അതിൻ്റെ അടുത്തോടെ നടന്നിട്ട് നമുക്ക് അതിൽ ഇങ്ങോട്ട് കിടക്കാം. കണ്ട ബാലൻസ് കിട്ടില്ലേ ആർക്കും? കണ്ട ഇത് ഇവിടുത്തെ ഹൈഡ്രാഞ്ചി ഏരിയ ഓരോന്നിൻ്റെ വലിപ്പം നോക്കിയേ. കണ്ട എന്തൊരു വലിപ്പം നോക്കി പോവ്. കണ്ട ഓരോന്നിൻ്റെ വലിപ്പം നോക്കി പോവ്. വാണ്ട മരിപ്പാ. വാ കയറാൻ പറ്റല്ലേ? വാ ഇതിലടക്കാം. ഇതിൽ കൂടെ ഒന്ന് നടന്നു പോയി നോക്കണം അവിടെ വരെ. റോസിൻ്റെ ഇടം വരെ നടക്കാം. ആ റോസ് ഈ ബോഗമില്ലയുടെ ഇടം വരെ നടന്നിട്ട് കിടക്കാം. നമുക്ക് അതിലേണ്ട് കയറാം. അവിടെയൊക്കെ നോക്കിയ പൂക്കളുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കള് കാണാൻ. ഈ പൂക്കളൊക്കെ കുറേ ഉണ്ട്. പാർക്കിൽ എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന സമയം ചെലവഴിക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. റിലാക്സ് ചെയ്യാം. വെയിലുണ്ടെങ്കിലും ക്ഷീണം തോന്നില്ല, നല്ല സുഖ. ഇത് ഒരു ചെട്ടിയാര് ഒരാള് ഗവൺമെന്റ് ദാനം കൊടുത്തോന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ഒരാള് പുറത്തു നിന്നിട്ട് അന്ന് വന്നില്ലേ? അപ്പുറത്ത് നിന്നിട്ടുള്ള ഒരാള് പറഞ്ഞതാ, സൗജന്യമായിട്ട് കൊടുത്തതാണ്. നോക്കിയേ ഇങ്ങോട്ടൊന്ന്. പക്ഷെ ഈ ഭോഗമില്ല എന്തൊരു വണ്ടന നോക്കിയേ. കണ്ട നിറയെ പൂക്കൾ നിലത്ത് കിടക്ക. കണ്ട ശരിക്കും ഒരു മരം അല്ലേ? മരം നോക്കി താഴ്ത്തി നോക്കി അങ്ങോട്ട്. ഭയങ്കര ഭംഗിയാട്ടാ കാണാനായിട്ട്. ഞങ്ങളിനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി അവരോട് യാത്ര പറഞ്ഞിട്ട് പോവാം, നടക്കാം. ഇനി അങ്ങോട്ടും പോകണ്ടില്ല. ഇനി പോവാണെങ്കിൽ കുറേ സമയം പിടിക്കും. ഇറങ്ങാൻ കുഴപ്പമില്ല, പിന്നെ അവിടെ നിങ്ങൾ കയറണ്ടേ? സരിതിൽ നിന്ന് ഡ്രസ്സ് മാറി ഞങ്ങൾ പോവാൻ നിൽക്കണം. അപ്പോൾ അവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോവാന്ന് ചോദിച്ചു. അത് ഈ കാറിൽ ഇത്രയും ദൂരം ഇരിക്കേണ്ടതല്ല, അപ്പോൾ അത് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡ്രസ്സാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ ഡ്രസ്. അതുകൊണ്ട് ഇട്ടൂന്ന് മാത്രം. എത്തി. അപ്പോഴേ രമേശ് ചേട്ടൻ ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. ആൾ അതിരാവിലെ പോയി. അപ്പോൾ പിന്നെ ആൾ ഇവിടെ ഇല്ല.
എവിടെയും ഇവിടെ നായ്ക്കുട്ടി. ആ അതെവിടെ പ്രിയേച്ചി? ഏയ് താക്കോല് പിടിച്ചോളൂ ഐശ്വര്യമായി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? ഓക്കെ അല്ലേ? ഇഷ്ടായ? പിന്നെ അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്താ പറയാൻ വന്ന സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ ആ ചോക്ലേറ്റ് തന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ചോക്ലേറ്റ്. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് ചേട്ടന്റെ ബെന്നി ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി, അവർക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അവരുടെ ഹോംലി, പ്യുവർ ഹോംലി ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് നിറയെ അണ്ടിപ്പരിപ്പ്, ഫ്രൈഡ്. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു പെട്ടി കഴിച്ചു. ഇന്നലെ വ്യൂവേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കൊടൈക്കനാൽ ഇവർ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്നിടത്തോളം കാണിക്കും അവര്. അതെ. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് സ്ഥലത്തില്ലേ, ചെന്നൈ വരെ പോയിരിക്കണം അത്യാവശ്യമായിട്ട്. എന്താ പറയാ, എല്ലാവർക്കും ഒരുപാട് നന്മകൾ. ഒപ്പം ഇവർക്കും, അജൂസ് ഫാമിലിക്ക്. പ്രിയേച്ചിയുടെ ബ്രദർ ഉണ്ട്, ആളാണ് നമ്മുടെ ഭയങ്കര കട്ട ഫാനാണ്. രവീന്ദ്രൻ ചേട്ടന്റെ പേര്, കുവൈറ്റിലാണ് ആള്. അപ്പൊ ആള് ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. പ്രിയേച്ചോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പൊ രമേശ് ചേട്ടനോട് പിള്ളേരോടൊക്കെ പറയട്ടെ. തീർച്ചയായിട്ടും. അല്ല നമ്മുടെ ബ്ലൂയി ഉറങ്ങണു. വിളിക്കാൻ വേണമെങ്കിൽ വിളിക്കാം. കൂട്ടിലാണോ? അതാണ് ഇവിടെ കാണാത്ത ആളെ. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഞങ്ങളല്ല നന്ദി പറയണ്ടേ, ചേച്ചി കാരനാണ് ഞങ്ങൾ കൂടി ഇരിക്കണത്. ഓക്കെ, അതാലും നിങ്ങൾ വന്നതിന് താങ്ക് യു ഫോർ കമ്മിങ്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ചാർലി സന്തോഷമുണ്ട്. എല്ലാ ചെരുപ്പിലും എടുത്ത് കളിച്ചിട്ട് നോക്കിയേ. ഇതൊക്കെ എവിടെ അങ്ങനെ ഇവിടെ എത്തി. പൂമ്പളത്തെ ചാർലിയുടെ കരച്ചിലാണെങ്കിൽ അത്ഭുതം തോന്നി അല്ലേ? ഞങ്ങൾ കാർ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ പോവും വരുന്ന മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇവിടേക്ക് പോവാനായിട്ട് ഇറങ്ങി ഗേറ്റ് അടച്ച, പക്ഷേ അവിടെ ഒന്നും നിങ്ങൾക്ക് കരഞ്ഞിട്ട് ചാർലി മറ്റവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മള് സാധനങ്ങളൊക്കെ പെട്ടിയൊക്കെ ഡിക്കിയിൽ എടുത്ത് വെച്ച് പോണ കാണുമ്പോളേ കുട്ടി ഇഞ്ചുട്ട് കൊണ്ടുവന്നേക്കണെന്ന് അറിയോ? രണ്ടുപേർക്കും കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്.